ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് പ്രത്യേക ദൗത്യം. ആദ്യ സംഘം ഇന്ന് രാത്രി 2 മണിയോടെ ഡൽഹിയിലെത്തും. അംറേനിയ വഴിയാണ് ദൗത്യം. ഇസ്രായേലിലുള്ളവരെ ഒഴിപ്പിക്കാൻ തൽക്കാലം പദ്ധതിയില്ലെങ്കിലും പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇറാനിൽ നിന്നാണ് ഭാരതീയ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് പ്രത്യേക ദൗത്യം ആയിരിക്കുന്നത്. ആദ്യ സംഘം ഇന്ന് പുലർച്ചെ 2 മണിയോടെ ഡൽഹിയിലെത്തുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഈ സംഘത്തിൽ എത്ര പേർ ഉണ്ടാകും? സമഗ്ര വിവരങ്ങൾ. ദിലിമ, ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ തന്നെ ഇരു രാജ്യങ്ങളിലുമുള്ള ഭാരതത്തിൻ്റെ പൗരന്മാരെ സുരക്ഷിതമാക്കുന്നതിനും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനുമുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഇറാനിൽ ഇസ്രായേൽ അക്രമം കടുപ്പിച്ചതോടുകൂടി ഇറാനിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായതോടുകൂടിയാണ് ഇറാനിൽ നിന്ന് പൂർണ്ണമായും ഭാരതത്തിൻ്റെ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് പ്രത്യേക ദൗത്യം ആരംഭിച്ചിട്ടുള്ളത്. അത് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇറാനിൽ നിന്നും അയൽ രാജ്യമായിട്ടുള്ള അർമേനിയയിലേക്ക് അതിർത്തി കടത്തിക്കൊണ്ട് അർമേനിയയുടെ തലസ്ഥാനത്തേക്ക് എത്തിക്കുക, അവിടെ നിന്ന് വ്യോമമാർഗം തിരിച്ച് ഭാരതത്തിലേക്ക് എത്തിക്കുക. അതാണ് ദൗത്യത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ മണിക്കൂറുകളിൽ വിവിധ സംഘങ്ങളിലായി 100-ലധികം പേരെ ഇറാനിൽ നിന്ന് അതിർത്തി കടത്തി അർമേനിയയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അർമേനിയയുടെ തലസ്ഥാനത്ത് നിന്ന് 110 പേരടങ്ങുന്ന ആദ്യ വിമാനമാണ് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഭാരതത്തിലേക്ക് പുറപ്പെടുക. നാളെ പുലർച്ചെ 2 മണിയോടുകൂടി ആദ്യ വിമാനം ഇറാനിൽ നിന്നുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തും എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. ഇതിൽ 110 പേർ എന്ന് പറയുന്നത് ടെഹ്റാനിൽ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ്. അതിൽ ഭൂരിപക്ഷവും ജമ്മു കാശ്മീരിൽ നിന്നുള്ള സ്വദേശികളാണ്. ടെഹ്റാനിൽ 12 മലയാളി വിദ്യാർത്ഥികൾ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെയും അടുത്ത വിമാനങ്ങളിൽ ഭാരതത്തിലേക്ക് തിരിച്ചെത്തിക്കും. നിലവിൽ ആദ്യം എത്തുന്ന വിമാനത്തിൽ മലയാളികളുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. 110 ഇന്ത്യൻ പൗരന്മാരുമായി ഇറാനിൽ നിന്നുള്ള ആദ്യ വിമാനമാണ് പുലർച്ചെ 2 മണിയോടുകൂടി ഡൽഹിയിലേക്ക് എത്തുക. ഒപ്പം ഇസ്രായേലിൽ നിന്ന് നിലവിൽ പൗരന്മാരെ ഒഴിപ്പിക്കേണ്ടതില്ല എന്നാണ് തീരുമാനമെങ്കിലും എംബസിയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനാണ് ഇസ്രായേലിലെ ഭാരതത്തിലെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ സ്വന്തം പൗരന്മാരെ സുരക്ഷിതമാക്കുന്നതിനും ഭാരതത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനും ഇത്തരത്തിൽ രക്ഷാദൗത്യം ആരംഭിച്ചിട്ടുള്ളത്. ഏത് പ്രതിസന്ധി ഘട്ടമുണ്ടാകുമ്പോഴും സ്വന്തം പൗരന്മാരെ കൈവിടാതെ കൂടെ പിടിക്കുന്ന സമീപനം അത് ഭാരതം മുൻപും തെളിയിച്ചിട്ടുള്ളതാണ്. ഈ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ നമുക്കറിയാം, യുക്രൈനിൽ നിന്ന് ഭാരതത്തിൻ്റെ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതിന് യുക്രൈനും റഷ്യയും ഒരുപോലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതത്തിന് സഹകരണം നൽകിയിരുന്നു. അതിന് സമാനമായാണ് ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള രക്ഷാദൗത്യത്തിന് ഇറാനും അയൽ രാജ്യമായിട്ടുള്ള അർമേനിയയും ഇസ്രായേലും ഒരുപോലെ സഹകരണമാണ് ഭാരതത്തിന് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വളരെ കൃത്യമായി തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇറാനിൽ നിന്ന് ഭാരതത്തിന്റെ പൗരന്മാരെ തിരികെ എത്തിക്കുന്ന നടപടി ആരംഭിക്കുന്നത്. ജിഷ്ണു, അർമേനിയ വഴി ഇറാനിൽ നിന്നുള്ള ഭാരത പൗരന്മാരെ ഭാരതത്തിലെത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെ ആദ്യ സംഘം എത്തുകയാണ്.